കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൂഫാൻ ലഹരിക്കെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ തൂഫാൻ ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം MLA മനോജ് മൂത്തേടൻ നിർവഹിച്ചു. ലഹരി ഉപയോഗത്തിനെതിരെ സമൂഹത്തിൽ ശക്തമായ സന്ദേശം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് അധ്യക്ഷത വഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ പറഞ്ഞു. നമസ്കാരം. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് തൂഫാൻ എന്ന ലഹരി വിമുക്ത പരിപാടി. ലഹരി വിൽക്കുന്നവരെയും അത് ഉപയോഗിക്കുന്നവരെയും ശക്തമായി നേരിടുക, പ്രതിരോധിക്കുക എന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തും തൂഫാൻ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളുടെ ഷൂട്ടൌട്ട് മത്സരമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള യുവജനങ്ങൾക്ക് അതൊരു പ്രചോദനമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അവരും ലഹരി ഒഴിവാക്കി ഇതുപോലുള്ള കായിക വിനോദങ്ങളിലേക്ക് മാറണമെന്നുള്ള സന്ദേശമാണ് ഇതിനകത്ത് ഞങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ യുവജനങ്ങൾ ലഹരിയില്ലാത്ത ഒരു നാട്, പുതുയുഗ തലമുറ ഉണ്ടാവട്ടെ, ലഹരിയിൽ നിന്നും അവർ വിമുക്തരാവട്ടെ എന്നൊരു സന്ദേശം കൂടിയാണ് ഇതിൽ നിന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത്. മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി മുഖ്യാതിഥിയായി. സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു ഹബ്ബായി കേരളം മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും ഏത് രീതിയിലുള്ള മയക്കുമരുന്ന്, കഞ്ചാവ്, MDMA അടക്കമുള്ള മാരകമായിട്ടുള്ള വിഷം കലർന്നിട്ടുള്ള ലഹരി സാധനങ്ങൾ ലഭ്യമാണ്. ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് തൂഫാൻ. തൂഫാൻ എന്ന പദ്ധതിയിലൂടെ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാഫിയകളെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളും കൈക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെല്ലായിടത്തും നാർക്കോട്ടിക് ഹണ്ട് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും കേരളത്തിൽ കോടാനുകോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം എക്സൈസ് വകുപ്പ് ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ നടത്തിയ മയക്കുമരുന്ന് വേട്ടയിലും ഒട്ടേറെ മാരകമായിട്ടുള്ള മരുന്നുകൾ കണ്ടെത്തുകയുണ്ടായി. പെരുമ്പാവൂരിൽ 18 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കഴിഞ്ഞ ആഴ്ച കണ്ടെത്തിയത്. ഈ മയക്കുമരുന്ന് മാഫിയ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ ചെറുപ്പക്കാരെയും കുട്ടികളെയുമാണ്. ഇത് ഭാവി കേരളത്തിന് വളരെയധികം ദോഷം വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ തൂഫാന് വലിയ ജനസമ്മതി ലഭ്യമായിട്ടുള്ളത്. ഇവിടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് മാരകമായിട്ടുള്ള ഈ ഡ്രഗ്സ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുകയും ഇതിൻ്റെ ഉറവിടം നശിപ്പിക്കുകയും ചെയ്യണം. ഇന്ന് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പെരുമ്പാവൂരിലെ ജനപ്രതിനിധികളുടെ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിനാണ് ഈ ഷൂട്ടൌട്ട് മത്സരം. വേൾഡ് കപ്പ് 2026 നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്കെല്ലാവർക്കും ലഹരിയോട് താല്പര്യമുണ്ട്. ലഹരി നമ്മൾ പല രീതിയിലേക്കായി മാറ്റണം. ഫുട്ബോൾ ലഹരിയാണ്, അല്ലെങ്കിൽ പ്രയർ ലഹരിയാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ലഹരിയാണ്, അല്ലെങ്കിൽ പല രീതിയിലുള്ള ലഹരികൾ മനുഷ്യനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവൻ്റെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന, ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ലഹരി നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇവിടുത്തെ എല്ലാ പഞ്ചായത്തുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്ന കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നു. എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. നന്ദി. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും മത്സരത്തിൽ പങ്കുചേർന്നു. മത്സരത്തോടനുബന്ധിച്ച് ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകി. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.